ലൈഫ് പദ്ധതിയിൽ ഇപ്പോഴും 1 ലക്ഷം ആളുകൾ അപേക്ഷ കൊടുത്ത് 1 ലക്ഷം ആളുകൾ ഈ പറ പോലും അണി പോലും തുടങ്ങാൻ കഴിയാതെ കാത്തു നിൽക്കുക. കാരണം എന്താ, അവർക്ക് ആ കഴിയുന്നില്ല. ലൈഫ് കാരണം പദ്ധതിയാണ് നമുക്കറിയാം നിങ്ങൾ ഈ നിങ്ങൾ തദ്ദേശ പിരിച്ചുവിടുന്നു പറഞ്ഞ ശ്രീ ഗോപൻ. ആ പോയിന്റിലേക്കൊന്ന് ഞാൻ നേരത്തെ താങ്കളോട് പറയാൻ ശ്രമിച്ചെങ്കിലും റോണി ഞാൻ വരാം. ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ അവരെയൊക്കെ സ്വാധീനിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അതാകെ പരാജയമാണെന്ന് പ്രതിപക്ഷം ഇപ്പോഴും വിശ്വസിക്കുന്നു. എത്രമാത്രം അതിന് മറുപടി ശ്രീ ഗോപന് പറയേണ്ടതായി വരും? ഒന്ന്. രണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുമായി അതിലുള്ള ഒരു വലിയ പ്രതീക്ഷയുമായിട്ടാണ് കേരളത്തിലെ BJP വോട്ടർമാരോട് വോട്ട് ചോദിക്കാൻ പോകുന്നത്. അത് പല കാരണങ്ങളുണ്ട് കേരളത്തിൽ നന്നായി നടക്കുന്നില്ല. ഇല്ലെങ്കിൽ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറുമായിരുന്നു. UP പോലെയോ ബീഹാറിനെ പോലെയോ ഒക്കെ ആയി മാറുമായിരുന്നു. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ നമ്മൾ അങ്ങ് നടപ്പാക്കിയിരുന്നെങ്കിൽ നമ്മളൊരു നല്ല ബീഹാർ ആയേനെ, നമ്മളൊരു നല്ല UP ആയേനെ. ഇപ്പം നമുക്കതൊന്നും ആകാൻ പറ്റാതെ വെറും കേരളമായി നിൽക്കുന്നു. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് സുമിത്ത് പറഞ്ഞും വെച്ചത്. ഞാൻ താങ്കളപ്പോൾ കേട്ടില്ല എന്ന് തോന്നുന്നു ഗോപൻ്റെ ഊഴം. യെസ്, BJPയുടെ ബഹുമാൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവർ വിഹിതം കൊടുക്കുന്ന സ്റ്റേറ്റുകളാണല്ലോ BJP ഭരിക്കുന്ന UP ആയാലും ബീഹാർ ആയാലും മറ്റും. അവിടെ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം നടപ്പിലായി കാണുമല്ലോ. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി എന്താ? എൻ്റെ BJP സുഹൃത്തെ, കേന്ദ്ര ഗവൺമെൻറ് ഒരു വീടിന് കൊടുക്കുന്ന പൈസ എത്രയാണ്? 75,000 രൂപ. കേന്ദ്ര സർക്കാർ ഒരു വീടിനായിട്ട് മാറ്റിവെക്കുന്ന തുക 75,000 രൂപ. നിങ്ങൾക്കൊരു ബാത്റൂം നിർമ്മിക്കാൻ പറ്റുമോ കേരളത്തിൽ 75,000 രൂപയ്ക്ക്? കേരളത്തിൽ ചെറിയൊരു ശതമാനം ആൾക്ക് മാത്രമാണ് ഈ 75,000 രൂപയിൽ കിട്ടുന്നത്. പക്ഷേ ആ 75,000 രൂപ നിങ്ങൾ തരുമ്പോൾ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ആ വീടിൻ്റെ മുമ്പിൽ നരേന്ദ്രമോദി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കണം 75,000 രൂപയ്ക്ക് കൊടുത്തിട്ട്. 4 ലക്ഷം രൂപ കൊടുക്കുന്ന പിണറായി സർക്കാരുണ്ടല്ലോ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണെന്ന് ജനങ്ങൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടെന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ അവകാശമാണ്. ഞങ്ങളുടെ നിലപാടെന്താ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സാധാരണക്കാരന് വീടില്ലാത്തതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ഔദാര്യമായിട്ടല്ല ഈ വീട് തരുന്നത്, നിങ്ങളുടെ അവകാശമാണത്. അതുകൊണ്ട് ഇത് ഏത് ഏജൻസിയാണ് തന്നത് എന്ന് മറ്റുള്ളവരെ അറിയിക്കേണ്ട ബാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടാണ് വീട് കൊടുക്കുന്നത്. ഇനി അതിനെ നമ്മുടെ കോൺഗ്രസ് സ്നേഹിതൻ്റെ റോഡിയുടെയും കൂടെ ചേർത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 5.25 ലക്ഷം വീടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ട് അവകാശികൾക്ക് കൊടുത്തത്. അതിൽ 4.25 ലക്ഷം വീട് പൂർത്തീകരിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള വീടുകളാണ് ഘട്ടം ഘട്ടമായിട്ട് ഈ ഗഡുക്കൾ കൊടുക്കുന്നത്. അതിനവർ പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല. ഒരു ഗഡു പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒരു സ്റ്റേജ് പൂർത്തീകരിച്ച് കഴിഞ്ഞാലാണ് അടുത്ത ഗഡു കൊടുക്കുന്നത്. അതിൽ അപൂർവമായിട്ട് ചെറിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം മേശപ്പുറത്ത്, 2 ഗ്ലാസ്സിൽ വെള്ളം മേശപ്പുറത്ത് വെക്കുന്നു. അപ്പോൾ അതിൽ ഒരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളമുണ്ട്. നിങ്ങൾ എങ്ങനെ പറയൂ അതിനെ? 1/4 ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നെന്ന് പറയുമോ, 3/4 ഗ്ലാസ് വെള്ളം ഉണ്ടെന്ന് പറയുമോ? സാമാന്യമായി പോസിറ്റീവായിട്ട് കാണുന്നവർ ആ ഗ്ലാസ്സിനകത്ത് 3/4 ഗ്ലാസ് വെള്ളം ഉണ്ടെന്നാണ് പറയുക. അതിൽ 1/4 ഗ്ലാസ് ഒഴിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ നെഗറ്റീവാണത്. അതിനപ്പുറത്തേക്ക് പോവുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന അതാണ്. അപ്പോൾ ഇനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറ്റ് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 60-40 വിഹിതമുള്ള കേന്ദ്ര സ്കീമുകളുണ്ട്. ആ സ്കീമിൽ എത്ര സ്കീമുകളുടെ പൈസയാണ് തരാനുള്ളതെന്ന് അങ്ങേക്കറിയാവോ? അങ്ങ് ഈ പറഞ്ഞ ജലജീവൻ മിഷൻ്റെ 60% തുക കേരളത്തിന് തരേണ്ടതാണ്, 40% കേരളത്തിൻ്റെതാണ്. പക്ഷേ ഈ 60%-ൽ എത്ര 1000 കോടി കുടിശ്ശിയുണ്ടെന്ന് അങ്ങേക്കറിയാവോ? കേരളം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് പദ്ധതി. ഇവിടെ പൈസ തരുന്നില്ല എന്നുള്ളത് കോടതിയിൽ അവർ സമ്മതിച്ചതാണ്. ഇപ്പോൾ ചൂരൽമല ദുരന്തത്തിൽ 27 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ഈ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് എഴുതിത്തള്ളി. സംസ്ഥാന ഗവൺമെൻറ് എഴുതിത്തള്ളി ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കേന്ദ്ര ഗവൺമെൻറ് എഴുതിത്തള്ളേണ്ട തുക എഴുതിത്തള്ളില്ല. പ്രധാനമന്ത്രി ഇവിടെ വന്നൊരു കൊച്ചിനെ എടുത്ത് മടിയിൽ വെച്ച് മനോരമയും മാതൃഭൂമിയൊക്കെ വലിയ തോതിൽ ആഘോഷിച്ച് തിരിച്ചു പോയിട്ട് അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്ന ചിലവ് കൂടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്, അതായത് ഇവിടെ സന്ദർശിക്കാൻ വന്ന ചിലവുണ്ടല്ലോ അതുകൂടി സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ച്, എന്നിട്ട് ഈ പൈസ ഞങ്ങളൊക്കെ പറയുന്ന രാഷ്ട്രീയ ആരോപണം അല്ല, ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ, രാഷ്ട്രീയ ആരോപണമെന്ന് പറയാം. പക്ഷേ സുപ്രീം കോടതി എന്താ പറഞ്ഞേ? സുപ്രീം കോടതി രാഷ്ട്രീയക്കാർ പറയുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിൽ കേന്ദ്ര ഗവൺമെൻറ് വിമർശിച്ചു. അപ്പോൾ ഇവിടെ കേന്ദ്ര പദ്ധതികളുടെ പൈസ തരുന്നില്ല. തരാതിരുന്നിട്ട് പോലുമാണ് ഈ കേരളത്തിൽ നേരത്തെ ശ്രീ ശരത്ത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ 62 ലക്ഷം വീട്ടിലാണ്
ഈ ആഴ്ചയിൽ 3200 രൂപ 3600 രൂപ ചെല്ലുന്നത് 62 ലക്ഷം വീട്ടിൽ. അത് കേരളത്തിൽ എന്തെല്ലാം പ്രയാസം ഉണ്ടായാലും സമൂഹത്തിലെ അടിത്തട്ടിൽ കഴിയുന്ന മനുഷ്യൻ്റെ കണ്ണീരൊപ്പണം എന്ന ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, നേരത്തെ അദ്ദേഹം പറഞ്ഞു വികസന രേഖ എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിത്തട്ടി ഇറക്കുമെന്ന്. അങ്ങനെയാണ് UDFൻ്റെ പോലെ പഞ്ചായത്ത് ഇറക്കിയെന്നുള്ളത് അദ്ദേഹം സമ്മതിച്ച കാര്യമായി. പിന്നെ അദ്ദേഹത്തിന് മറുപടി ഇല്ലാതൊരു കാര്യം പറഞ്ഞെന്താ അറിയോ, തനത് ഫണ്ട് എടുത്താൽ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. എൻ്റെ സാറേ, ഒരു പഞ്ചായത്തിന്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എത്ര ശതമാനം തനത് ഫണ്ടുണ്ട് അവരുടെ ആകെ പദ്ധതി വിഹിതത്തിൽ? അങ്ങ് രേഖ എടുത്ത് നോക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തനത് ഫണ്ട് എന്തിനൊക്കെ ചെലവഴിക്കാം, അതിൽ ഓഡിറ്റിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ട്, ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് പറ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന്, അതുപോലെ വിവിധ ഏജൻസികളിൽ നിന്ന് വരുന്ന ഫണ്ടിൽ നിന്നാണ് അവർ ഈ വികസന പ്രവർത്തനമെല്ലാം നടത്തുന്നത്. അതിൽ UDFൻ്റെ പഞ്ചായത്ത് മേനി നടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവർ പോകുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം സമ്മതിക്കണം, ഞങ്ങളുടെ പഞ്ചായത്തൊന്നും വികസന പ്രവർത്തനം നടത്താൻ പണം കിട്ടിയില്ല, വോട്ട് ഫണ്ടിൻ്റെ കാര്യം മാത്രമേ ചെയ്തുള്ളൂ, ഞങ്ങൾ ഈ വികസന രേഖ ഇറക്കുന്നതെല്ലാം ബോഗസാണ് എന്നും കൂടി പറയണം. അപ്പോൾ പ്രശ്നം തീരും.